ഖുർആൻ ആസ്വാദനം രണ്ടാം അധ്യായം സൂറത്തുൽ ബഖറ 51, 52 ആയത്തുകൾ. وَإِذْ وَاعَدْنَا مُوسَىٰ 40 لَيْلَةً ثُمَّ اتَّخَذْتُمُ الْعِجْلَ مِن بَعْدِهِ وَأَنْتُمْ ظَالِمُونَ. മൂസായ്ക്ക് നാം 40 രാത്രികൾ നിശ്ചയിച്ച സന്ദർഭവും എന്നിട്ടും അതിനുശേഷം നിങ്ങൾ ഒരു കാളക്കുട്ടിയെ സ്വീകരിച്ചു. നിങ്ങൾ അക്രമികളുമായി തീർന്നു. وَإِذْ وَاعَدْنَا مُوسَىٰ 40 لَيْلَةً മൂസാ 40. ഇവിടെ നമുക്ക് വേണമെങ്കിൽ നീട്ടി ഓതാവുന്നതാണ്. ലൈലതൻ സുമ്മ തഖദ്തുമുൽ ഇജ്ൽ. ലൈലതൻ സുമ്മ എന്നുള്ളിടത്ത് ലൈലത്തൻ എന്ന തൻവീനിനെ മറച്ചു പിടിച്ച് മണിച്ചുകൊണ്ടാണ് ഓതുന്നത്. സുമ്മ മീമിന് ഷദ്ദ് വന്നിട്ടുണ്ട്, ഹുന്ന ചെയ്തുകൊണ്ട് ഓതുക. മിൻ ബഅദിഹി എന്ന് പറയുമ്പോൾ മിൻ ബഅദിഹി എന്ന നൂനിനെ മീമാക്കി ഇഖ്ലാബ് ചെയ്ത് മാറ്റിമറിച്ചുകൊണ്ടാണ് ബാലേക്ക് ചേർത്ത് മണിച്ചുകൊണ്ട് ഓതുന്നത്. വഅൻതും ളാലിമൂൻ. അൻതും എന്നത് ആതും നൂനിനെ ഇഖ്ഫാ ചെയ്ത് മണിച്ച് ഓതുക. ثم عفونا عنكم من بعد ذلك لعلكم تشكرون. പിന്നീട് അതിനുശേഷം നാം നിങ്ങൾക്ക് പുറത്തു തന്നു, നിങ്ങൾ നന്ദി ചെയ്യുന്നവരാവുന്നതിനായി. ثم عفونا ثم മീമിന് ഷദ്ദുണ്ട്, മണിച്ചുകൊണ്ട് ഓതുക. അൻകും എന്ന നൂനിനെ മറച്ച് മണിച്ച് ഓതുന്നു. അൻകും മിൻ ബഅദി ദാലിക്. കുമ്മിൻ എന്ന് പറയുന്നിടത്ത് മീമിലേക്ക് മറ്റൊരു സുക്കൂനുള്ള മീമിനെ കൂട്ടിലയിപ്പിച്ചുകൊണ്ട് മണിച്ചുകൊണ്ടാണ് ഓതേണ്ടത്. മിൻ ബഅദി ദാലിക്. മിൻ ബഅദി എന്നത് നൂനിനെ മീമാക്കി മാറ്റിമറിച്ചുകൊണ്ട് ബാലേക്ക് കൂട്ടിച്ചേർത്ത് മണിച്ചുകൊണ്ട് ഓതുക. ലഅല്ലകും തഷ്കുറൂൻ. മൂസാ നബിക്ക് അള്ളാഹു നിശ്ചയിച്ച 40 രാത്രികൾ. ബൈബിളിന്റെ വിവരണത്തിൽ 40 രാപകലുകൾ. അള്ളാഹു ഇസ്രായേല്യർക്ക് നൽകിയ മഹാ അനുഗ്രഹങ്ങളിൽ ഒന്നായിരുന്നു തൗറാത്തിലെ നിയമങ്ങൾ നേർക്കുനേരെ എഴുതി നൽകാൻ വേണ്ടി പടച്ചവൻ നിശ്ചയിച്ച ദിവസങ്ങൾ. ബൈബിൾ പഴയ നിയമത്തിന്റെ അച്ചുതണ്ട് തോറയാണെങ്കിൽ തോറയുടെ അച്ചുതണ്ട് ഈ 40 ദിവസങ്ങളാണെന്ന് പറയാം. ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഇസ്രായേല്യർ സീനായ് താഴ്വരയിലെത്തിയത് മുതൽ ആരംഭിക്കുന്നു ഈ നിയമങ്ങളുടെ ചരിത്രം. തോറ എന്നറിയപ്പെടുന്ന പഴയ നിയമ ബൈബിളിലെ ആദ്യത്തെ 5 പുസ്തകങ്ങളിൽ 3.5 പുസ്തകങ്ങളിലും വിവരിച്ചിരിക്കുന്നത് ഈ നിയമങ്ങളെക്കുറിച്ചാണ്. ആകെയുള്ള 187 തോറ അധ്യായങ്ങളിൽ ഏകദേശം 60% വരും ഈ നിയമങ്ങൾ. അവ ലഭിക്കുന്നതിനും മറ്റുമായി വ്യത്യസ്ത സന്ദർഭങ്ങളിൽ 8 തവണ മോശ സിനായ് മല കയറിയിട്ടുണ്ടെന്നാണ് പുറപ്പാട് പുസ്തകത്തിൽ പറയുന്നത്. ഇതിൽ 6ാമത്തെ തവണയാണ് മോശയ്ക്ക് കൽപ്പലകകളിൽ നിയമങ്ങൾ എഴുതി നൽകിയത് എന്നാണ് ബൈബിളിലുള്ളത്. അതിനായാണ് മോശ 40 രാപ്പകലുകൾ സിനായ് മലയുടെ മുകളിൽ കഴിഞ്ഞത്. അതേക്കുറിച്ചായിരിക്കണം ഖുർആനിൽ മൂസാ നബിക്ക് അള്ളാഹു നിശ്ചയിച്ച 40 രാത്രികൾ എന്ന് പറഞ്ഞത്. ഈ 40 രാത്രികളാണ് ഇസ്രായേല്യരെ നിയമവാഹകരാക്കി തീർത്തത്. ദൈവിക നിയമത്തിന്റെ വക്താക്കളെന്ന നിലയിൽ പിൽക്കാലത്ത് അവർക്ക് ലഭിച്ച ആദരവിന്റെയും അംഗീകാരത്തിന്റെയും എല്ലാം അടിത്തറ ഈ 40 രാവുകളായിരുന്നു. ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം അതാണ് ഈ രാപ്പകലുകളുടെ പ്രസക്തി. കൽപ്പലകകളിൽ നിയമങ്ങൾ രേഖപ്പെടുത്തി ലഭിച്ച 6ാമത്തെ സിനായ് ആരോഹത്തെക്കുറിച്ച് ബൈബിൾ വിവരണം ഇങ്ങനെയാണ്. കർത്താവ് മോശയോട് അരുളി ചെയ്തു, മലമുകളിൽ എന്റെ സമീപത്തേക്ക് കയറി വന്ന് കാത്തു നിൽക്കുക. ഞാൻ നിയമങ്ങളും കൽപ്പനകളും എഴുതിയ കൽപ്പലകകൾ നിനക്ക് തരാം. നീ അവ ജനത്തെ പഠിപ്പിക്കണം. മോശ തന്റെ സേവകനായ യേശുവയോടുകൂടെ എഴുന്നേറ്റു. മോശ ദൈവത്തിന്റെ മലയിലേക്ക് കയറി. അവൻ ശ്രേഷ്ഠന്മാരോട് പറഞ്ഞു, ഞങ്ങൾ മടങ്ങി വരുന്നതുവരെ നിങ്ങൾ ഇവിടെ കാത്തു നിൽക്കുവിൻ. അഹറോനും ഹൂറും നിങ്ങളോടുകൂടെ ഉണ്ടല്ലോ. എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അവരെ സമീപിക്കുവിൻ. മോശ മലയിലേക്ക് കയറിപ്പോയി. അപ്പോൾ ഒരു മേഘം മലയെ ആവരണം ചെയ്തു. കർത്താവിന്റെ മഹത്വം സിനായ് മലയിൽ ആവസിച്ചു.
6 ദിവസത്തേക്ക് ഒരു മേഘം മലയെ മൂടിയിരുന്നു. 7-ാം ദിവസം മേഘത്തിൽ നിന്ന് കർത്താവ് മോശയെ വിളിച്ചു. മലമുകളിൽ കർത്താവിന്റെ മഹത്വം ദഹിപ്പിക്കുന്ന അഗ്നിക്ക് തുല്യം ഇസ്രായേല്യർക്ക് കാണപ്പെട്ടു. മോശ മേഘത്തിന്റെ ഉള്ളിൽ കടന്ന് മലമുകളിലേക്ക് കയറി. 40 രാവും 40 പകലും അവൻ മലമുകളിലായിരുന്നു. പുറപ്പാട് പുസ്തകം 24-ാം അധ്യായം 12 മുതൽ 18 വരെയുള്ള വചനങ്ങൾ. ഇക്കാര്യത്തെക്കുറിച്ച് മോശ പറയുന്നതായി ആവർത്തന പുസ്തകം ഉദ്ധരിക്കുന്നത് ഇങ്ങനെയാണ്: കർത്താവ് നിങ്ങളുമായി നടത്തിയ ഉടമ്പടിയുടെ കൽപ്പലകകൾ വാങ്ങാനായി മലമുകളിൽ കയറി. തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ ഞാൻ 40 പകലും 40 രാവും അവിടെ ചെലവഴിച്ചു. കർത്താവ് തന്റെ കൈവിരൽ കൊണ്ട് എഴുതിയ 2 കൽപ്പലകകൾ എനിക്ക് തന്നു. ജനത്തെയെല്ലാം ഒരുമിച്ച് കൂട്ടിയ ദിവസം മലയിൽ വെച്ച് അഗ്നിയുടെ മധ്യേ നിന്ന് അവിടുന്ന് നിങ്ങളോട് അരുളി ചെയ്ത സകല വാക്കുകളും അതിൽ എഴുതപ്പെട്ടിരുന്നു. 40 പകലും 40 രാവും കഴിഞ്ഞപ്പോൾ ഉടമ്പടിയുടെ ആ 2 കൽപ്പലകകൾ കർത്താവ് എനിക്ക് തന്നു. ആവർത്തന പുസ്തകം 9-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വചനങ്ങൾ. നിയമങ്ങൾ എഴുതിയ കൽപ്പലകകളുമായി സിനായിൽ നിന്ന് താഴെ വന്നപ്പോഴേക്ക് ഇസ്രായേല്യർ കാളക്കുട്ടിയുടെ പ്രതിമയുണ്ടാക്കി അതിനെ ആരാധിക്കാൻ ആരംഭിച്ചതായി പുറപ്പാട് പുസ്തകം തന്നെ വിവരിക്കുന്നുണ്ട്. അതിങ്ങനെയാണ്: മോശ മലയിൽ നിന്ന് ഇറങ്ങി വരാൻ താമസിക്കുന്നുവെന്ന് കണ്ടപ്പോൾ ജനം അഹ്റോന്റെ ചുറ്റും കൂടി പറഞ്ഞു, ഞങ്ങളെ നയിക്കാൻ വേഗം ദേവന്മാരെ ഉണ്ടാക്കിത്തരിക. ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന മോശ എന്ന മനുഷ്യന് എന്തു സംഭവിച്ചുവെന്ന് ഞങ്ങൾക്കറിവില്ല. അഹ്റോൻ പറഞ്ഞു, നിങ്ങളുടെ ഭാര്യമാരുടെയും പുത്രന്മാരുടെയും പുത്രിമാരുടെയും കാതിലുള്ള സ്വർണ്ണ വളയങ്ങൾ ഊരിയെടുത്ത് എന്റെ അടുക്കൽ കൊണ്ടുവരുവിൻ. ജനം തങ്ങളുടെ കാതുകളിൽ നിന്ന് സ്വർണ്ണ വളയങ്ങൾ ഊരി അഹ്റോന്റെ മുമ്പിൽ കൊണ്ടുചെന്നു. അവൻ അവ വാങ്ങി മൂശയിൽ ഉരുക്കി ഒരു കാളക്കുട്ടിയെ വാർത്തെടുത്തു. അപ്പോൾ അവർ വിളിച്ചു പറഞ്ഞു, ഇസ്രായേലേ, ഇതാ ഈജിപ്തിൽ നിന്ന് നിന്നെ കൊണ്ടുവന്ന ദേവന്മാർ. അത് കണ്ടപ്പോൾ അഹ്റോൻ കാളക്കുട്ടിയുടെ മുമ്പിൽ ഒരു ബലിപീഠം പണിതിട്ട് ഇപ്രകാരം പ്രഖ്യാപിച്ചു: നാളെ കർത്താവിന്റെ ഉത്സവ ദിനമായിരിക്കും. അവർ പിറ്റേന്ന് അതിരാവിലെ ഉണർന്ന് ദഹനയാഗങ്ങളും അനുരഞ്ജനയാഗങ്ങളും അർപ്പിച്ചു. ജനം തീനും കുടിയും കഴിഞ്ഞ് വിനോദങ്ങളിലേർപ്പെട്ടു. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഉടനെ താഴേക്ക് ചെല്ലുക. നീ ഈജിപ്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന നിന്റെ ജനം തങ്ങളെ തന്നെ ദുഷിച്ചിരിക്കുന്നു. ഞാൻ നിർദ്ദേശിച്ച മാർഗത്തിൽ നിന്ന് അവർ പെട്ടെന്ന് വ്യതിചലിച്ചിരിക്കുന്നു. അവർ ഒരു കാളക്കുട്ടിയെ വാർത്തെടുത്ത് അതിനെ ആരാധിക്കുകയും അതിനെ ബലിയർപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഇസ്രായേലേ, നിന്നെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ദേവന്മാർ ഇതാ എന്ന് അവർ പറഞ്ഞിരിക്കുന്നു. മോശ കൈകളിൽ 2 ഉടമ്പടി പത്രികകളുമായി താഴേക്കിറങ്ങി. പലകകളുടെ ഇരുവശങ്ങളിലും എഴുത്തുണ്ടായിരുന്നു. മോശ പാളയത്തിനടുത്തെത്തിയപ്പോൾ കാളക്കുട്ടിയെ കണ്ടു. അവർ നൃത്തം ചെയ്യുന്നതും കണ്ടു. അവന്റെ കോപം ആളിക്കത്തി. അവൻ കൽപ്പലകകൾ വലിച്ചെറിഞ്ഞ് മലയുടെ അടിവാരത്തിൽ വെച്ച് അവ തകർത്തു കളഞ്ഞു. അവൻ കാളക്കുട്ടിയെ എടുത്തു തീയിലിട്ടു ചുട്ടു. അത് ഇടിച്ചു പൊടിച്ചു പൊടി വെള്ളത്തിൽ കലക്കി ഇസ്രായേൽ ജനത്തെ കൊണ്ട് കുടിപ്പിച്ചു. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വചനങ്ങൾ. അതിനുശേഷം നിങ്ങൾ ഒരു കാളക്കുട്ടിയെ സ്വീകരിച്ചു. നിങ്ങൾ അക്രമികളുമായിരുന്നുവെന്ന് ഖുർആൻ പറയുന്നത് ഈ സംഭവത്തെക്കുറിച്ചാണ്. ഈ സംഭവ വിവരണത്തിൽ ഗുരുതരമായ ഒരു ആരോപണം ബൈബിൾ ഉന്നയിക്കുന്നുണ്ട്. തങ്ങൾക്ക് ആരാധിക്കാനായി ദേവന്മാരെ വേണമെന്ന് ആവശ്യപ്പെട്ട ഇസ്രായേല്യർക്ക് സ്വർണം കൊണ്ട് കാളക്കുട്ടിയെ നിർമ്മിച്ച് നൽകിയത് മോശയുടെ സഹോദരനായ അഹ്റോനാണെന്നാണ് ബൈബിൾ പറയുന്നത്. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം 21 മുതൽ 24 വരെയുള്ള വചനങ്ങളിലൂടെ. പ്രവാചകന്മാരെ കുറിച്ച ഖുർആനിക വീക്ഷണത്തിന് തികച്ചും എതിരാണ് ഈ ആരോപണം. മൂസയോടൊപ്പം നിയോഗിക്കപ്പെട്ട ദൈവദൂതനാണ് ഹാറൂൻ എന്ന് ഖുർആൻ പലവരും പറയുന്നുണ്ട്. 20-ാം അധ്യായം 29 മുതൽ 30 വരെയുള്ള സൂക്തങ്ങൾ, 23-ാം അധ്യായം 45-ാം സൂക്തം, 28-ാം അധ്യായം 34-35 സൂക്തങ്ങൾ. പാപ സുരക്ഷിതരാണ് പ്രവാചകന്മാർ എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. വൻ പാപങ്ങളൊന്നും പ്രവാചകന്മാർ ചെയ്യുകയില്ലെന്നും അവർക്ക് സംഭവിച്ചേക്കാവുന്ന ചെറിയ അബദ്ധങ്ങൾ പോലും അള്ളാഹു ഇടപെട്ട് തിരുത്തുമെന്നുമാണ് അവർ പാപ സുരക്ഷിതരാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം. സൃഷ്ടിപൂജയാണ് ഏറ്റവും വലിയ പാപമെന്ന് പഠിപ്പിച്ചവരാണ് പ്രവാചകന്മാരെല്ലാം. വിഗ്രഹാരാധനയ്ക്ക് പ്രവാചകനായ ഹാറൂൻ കൂട്ടുനിന്നുവെന്ന വാദം ഖുർആനിക ഭൂമിയിൽ അപഗ്രഥനം പോലും അർഹിക്കാത്ത ആരോപണമാണ്. സാമിരി എന്ന് പേരുള്ള മറ്റൊരാളാണ് ഇത് ചെയ്തതെന്നാണ് ഖുർആൻ വ്യക്തമാക്കുന്നത്. 20-ാം അധ്യായം 85-ാം സൂക്തത്തിലൂടെ. ബൈബിളിൽ എവിടെയും സാമിരിയെക്കുറിച്ച പരാമർശങ്ങളില്ല. മാനുഷിക കരവിരുതുകളാൽ മലിനമാക്കപ്പെട്ട പ്രവാചക കഥനങ്ങളിലെ പതിരുകൾ ഒഴിവാക്കി യഥാർത്ഥ ചരിത്രം മാത്രം പ്രതിപാദിക്കുക എന്ന ഖുർആനിക ദൗത്യത്തിന്റെ നിർവഹണമാണ് ഇവിടെ നാം കാണുന്നത്.
സാമിരിയെക്കുറിച്ച ഖുർആൻ പ്രതിപാദ്യങ്ങളുടെ സത്യതയെക്കുറിച്ച് ആ വിഷയം പ്രതിപാദിക്കുന്ന ആയത്തുകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സമൂഹത്തിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത പാതകമാണ് ഇസ്രായേല്യരുടെ പക്കൽ നിന്നുണ്ടായത്. ചെറിയ ഒരു തിന്മയല്ലാതെ സ്രഷ്ടാവിനെ മാത്രം ആരാധിക്കണമെന്ന ദൈവദൂതന്മാരെല്ലാം പഠിപ്പിച്ച അടിസ്ഥാന തത്വത്തെയാണ് തെരഞ്ഞെടുക്കപ്പെട്ട ജനത വെല്ലുവിളിച്ചിരിക്കുന്നത്. ആ സമൂഹത്തെ മൊത്തമായി നശിപ്പിക്കാൻ പോന്ന മഹാപാപം. എന്നിട്ടും അള്ളാഹു അവർക്ക് അത് പുറത്തു കൊടുത്തു. മോശയുടെ അഭ്യർത്ഥന പ്രകാരമാണ് കർത്താവ് ഇസ്രായേല്യർക്ക് പുറത്തു കൊടുത്തത് എന്നാണ് ബൈബിൾ പറയുന്നത്. ബൈബിൾ വിവരണം നോക്കുക. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇവർ ദുശ്ശാഠ്യക്കാരായ ഒരു ജനമാണെന്ന് ഞാൻ കണ്ടു കഴിഞ്ഞു. അതിനാൽ എന്നെ തടയരുത്. എന്റെ ക്രോധം ആളിക്കത്തി അവരെ വിഴുങ്ങിക്കളയട്ടെ. എന്നാൽ നിന്നിൽ നിന്ന് ഒരു വലിയ ജനതയെ ഞാൻ പുറപ്പെടുവിക്കും. മോശ ദൈവമായ കർത്താവിനോട് കാരുണ്യം യാചിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവേ, വലിയ ശക്തിയോടും കരബലത്തോടും കൂടെ അങ്ങ് തന്നെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന അങ്ങയുടെ ജനത്തിനെതിരെ അവിടുത്തെ ക്രോധം ജ്വലിക്കുന്നതെന്ത്? മലകളിൽ വെച്ച് കൊന്നുകളയുന്നതിനും ഭൂമുഖത്തു നിന്ന് തുടച്ചു മാറ്റുന്നതിനുമുള്ള ദുരുദ്ദേശത്തോടു കൂടിയാണ് അവൻ അവരെ കൊണ്ടുപോയത് എന്ന് ഈജിപ്തുകാർ പറയാൻ ഇടവരുത്തുന്നത് എന്തിന്? അവിടുത്തെ ഉഗ്രകോപം കൈവെടിയണമേ. അങ്ങയുടെ ജനത്തിനെതിരായുള്ള തീരുമാനത്തിൽ നിന്ന് പിന്മാറണമേ. അവിടുത്തെ ദാസന്മാരായ അബ്രഹത്തെയും ഇസ്ഹാക്കിനെയും ഇസ്രയേലിനെയും ഓർക്കണമേ. നിങ്ങളുടെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ ഞാൻ വർദ്ധിപ്പിക്കും. ഞാൻ വാഗ്ദാനം ചെയ്തിട്ടുള്ള ഈ നാട് മുഴുവൻ നിങ്ങളുടെ സന്തതികൾക്ക് ഞാൻ നൽകും. അവർ അത് എന്നേക്കും കൈവശമാക്കുകയും ചെയ്യും എന്ന് അവിടുന്ന് തന്നെ ശപഥം ചെയ്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. കർത്താവ് ശാന്തനായി. തന്റെ ജനത്തിനെതിരായുള്ള തീരുമാനത്തിൽ നിന്ന് അവിടുന്ന് പിന്മാറി. പുറപ്പാട് പുസ്തകം 32 അധ്യായം 9 മുതൽ 14 വരെയുള്ള വചനങ്ങൾ. 7-ാമത്തെ തവണ മോശ സിനായിലേക്ക് കയറിയത് വിഗ്രഹാരാധന നടത്തുക വഴി മഹാപാപികളായി തീർന്ന ഇസ്രായേല്യരെ നശിപ്പിക്കരുതെന്ന് കർത്താവിനോട് അഭ്യർത്ഥിക്കുവാനും അവർ ചെയ്ത പാപത്തിന് പരിഹാരം ചെയ്യുന്നതിനും വേണ്ടിയായിരുന്നുവെന്നാണ് പുറപ്പാട് പുസ്തകം പറയുന്നത്. 32-ാം അധ്യായം 30 മുതൽ 35 വരെയുള്ള വചനങ്ങൾ. മോശയുടെ 8-ാമത്തെയും അവസാനത്തെയും സിനായി യാത്ര ദേഷ്യത്താൽ താൻ എറിഞ്ഞുടച്ച നിയമഫലകങ്ങൾക്ക് പകരം ഫലകങ്ങൾ വാങ്ങാനായിരുന്നുവെന്നാണ് ബൈബിൾ പറയുന്നത്. ഇത്തവണയും 40 രാപ്പകലുകൾ മോശ സിനായിൽ കഴിഞ്ഞുവെന്നാണ് ബൈബിളിലുള്ളത്. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ആദ്യത്തേതുപോലുള്ള 2 കൽപ്പലകകൾ ചെത്തിയെടുക്കുക. നീ ഉടച്ചു കളഞ്ഞ പലകകളിൽ ഉണ്ടായിരുന്ന വാക്കുകൾ തന്നെ ഞാൻ അതിലെഴുതാം. പ്രഭാതത്തിൽ തന്നെ തയ്യാറായി സീനായ് മലമുകളിൽ എന്റെ മുമ്പിൽ നീ സന്നിഹിതനാകണം. ആരും നിന്നോടൊന്നിച്ച് കയറി വരരുത്. മലയിലെങ്ങും ആരും ഉണ്ടായിരിക്കുകയും അരുത്. മലയുടെ അടുത്തെങ്ങും ആടുകളോ മാടുകളോ മേയരുത്. ആദ്യത്തേതുപോലുള്ള 2 കൽപ്പലകകൾ മോശ ചെത്തിയെടുത്തു. കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് അവൻ അതിരാവിലെ എഴുന്നേറ്റ് കൽപ്പലകകൾ കയ്യിലെടുത്ത് സിനായ് മലയിലേക്ക് കയറിപ്പോയി. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വചനങ്ങൾ. മോശ 40 പകലും 40 രാവും കർത്താവിനോടുകൂടെ അവിടെ ചെലവഴിച്ചു. അവൻ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തില്ല. ഉടമ്പടിയുടെ വചനങ്ങളായ 10 പ്രമാണങ്ങൾ അവൻ പലകകളിൽ എഴുതി. 2 സാക്ഷ്യഫലകങ്ങളും വഹിച്ചുകൊണ്ട് മോശ സിനായ് മലയിൽ നിന്ന് താഴേക്ക് വന്നു. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം 28-29 വചനങ്ങൾ. ഇക്കാര്യം മോശ പറയുന്നതായി ബൈബിൾ ഉദ്ധരിക്കുന്നത് ഇങ്ങനെയാണ്: കർത്താവ് എന്നോട് അരുളി ചെയ്തു, ആദ്യത്തേതുപോലെ 2 കൽപ്പലകകൾ വെട്ടിയെടുത്തുകൊണ്ട് മലയുടെ മുകളിൽ എന്റെ അടുത്ത് വരിക. മരം കൊണ്ട് ഒരു പേടകവും ഉണ്ടാക്കുക. നീ ഉടച്ചു കളഞ്ഞ ആദ്യത്തെ പലകകളിൽ ഉണ്ടായിരുന്ന വാക്കുകൾ ഞാൻ അവയിൽ എഴുതും. നീ അവ ആ പേടകത്തിൽ വെക്കണം. അതനുസരിച്ച് കരുവേല മരം കൊണ്ട് ഞാനൊരു പേടകമുണ്ടാക്കി. മുൻപിലത്തേതുപോലെയുള്ള 2 കൽപ്പലകകളും വെട്ടിയെടുത്തുകൊണ്ട് മലമുകളിലേക്ക് പോയി. ജനത്തിന്റെ സമ്മേളന ദിവസം നിങ്ങളുടെ ദൈവമായ കർത്താവ് മലയിൽ വെച്ച് അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് നിങ്ങളോട് അരുളി ചെയ്ത 10 പ്രമാണങ്ങളും ആദ്യത്തേതുപോലെ ആ പലകകളിൽ എഴുതി എനിക്ക് തന്നു. പിന്നീട് ഞാൻ മലയിൽ നിന്ന് ഇറങ്ങി വന്നു. ഞാൻ ഉണ്ടാക്കിയ പേടകത്തിൽ ആ പലകകൾ നിക്ഷേപിച്ചു. കർത്താവ് എന്നോട് കൽപ്പിച്ചതുപോലെ അവ അതിൽ സൂക്ഷിച്ചിരിക്കുന്നു. ആവർത്തന പുസ്തകം 10-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വചനങ്ങൾ. ദേഷ്യം പിടിച്ച് അള്ളാഹു നൽകിയ കൽപ്പലകകൾ മൂസ എറിഞ്ഞതായും പിന്നീട് പെറുക്കിയെടുത്തതായും ഖുർആനിലുമുണ്ട്. ഈ സംഭവം അല്പം വിശദമായി പ്രതിപാദിക്കുന്നത് സൂറത്തുൽ അറാഫിലാണ്. അതിന്റെ സാരം നമുക്കിങ്ങനെ വായിക്കാം: മൂസയുടെ ജനം അദ്ദേഹത്തിന് ശേഷം അവരുടെ ആഭരണങ്ങളിൽ നിന്നുള്ള ഒരു കാളക്കുട്ടിയെ സ്വീകരിച്ചു.
മുക്രയിടുന്ന ഒരു രൂപം. അതവരോട് സംസാരിക്കുകയോ വഴി കാണിക്കുകയോ ചെയ്യുകയില്ലെന്ന് അവർ കണ്ടില്ലേ? അതിനെ അവർ സ്വീകരിച്ചു. അങ്ങനെ അവർ അക്രമികളാവുകയും ചെയ്തു. അവർക്ക് ഖേദമുണ്ടാവുകയും തങ്ങൾ വഴിപിഴച്ചിരിക്കുന്നുവെന്ന് അവർ കാണുകയും ചെയ്തപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ നാഥൻ ഞങ്ങളോട് കാരുണ്യം കാണിക്കുകയും ഞങ്ങൾക്ക് പുറത്തു തരികയും ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോകുമെന്നുറപ്പാണ്. കുപിതനും ദുഃഖിതനുമായി തന്റെ ജനത്തിലേക്ക് മടങ്ങി വന്ന മൂസ പറഞ്ഞു, എനിക്ക് ശേഷം നിങ്ങൾ ചെയ്തത് എത്ര ചീത്ത! നിങ്ങളുടെ നാഥന്റെ കാര്യത്തിൽ നിങ്ങൾ ധൃതി കാണിക്കുകയോ? ഫലകങ്ങൾ അദ്ദേഹം താഴെയിട്ടു. തന്റെ സഹോദരന്റെ തല പിടിച്ച് തന്നിലേക്ക് വലിക്കുകയും ചെയ്തു. അവൻ പറഞ്ഞു, എന്റെ മാതൃപുത്ര, ജനം എന്നെ ദുർബലരായി കരുതിയെന്നുറപ്പ്. അവരെന്നെ കൊന്നുകളയുകയും ചെയ്യുമായിരുന്നു. അതിനാൽ എന്നെ നീ ശത്രുക്കൾക്ക് സന്തോഷിക്കുവാനുള്ള കാരണമാക്കി തീർക്കരുത്. അക്രമികളായ ജനത്തോടൊപ്പം എന്നെ ഗണിക്കുകയുമരുത്. അദ്ദേഹം പറഞ്ഞു, എന്റെ നാഥ, എനിക്കും എന്റെ സഹോദരനും നീ പുറത്തു തരണമേ. നിന്റെ കാരുണ്യത്തിലേക്ക് നീ ഞങ്ങളെ പ്രവേശിപ്പിക്കണമേ. കരുണ കാണിക്കുന്നവരിൽ നീ പരമകാരുണികനാണല്ലോ. കാളക്കുട്ടിയെ സ്വീകരിച്ചവരാരോ അവർക്ക് തങ്ങളുടെ നാഥനിൽ നിന്നുള്ള കോപവും ഐഹിക ജീവിതത്തിൽ നിന്ദതയും അനുഭവിക്കുന്നതാണ്. കള്ളം കെട്ടിച്ചവയ്ക്കുന്നവർക്ക് നാം പ്രതിഫലം നൽകുന്നത് അങ്ങനെയാണ്. എന്നാൽ തിന്മകൾ ചെയ്തു പോവുകയും പിന്നീട് പശ്ചാത്തപിക്കുകയും വിശ്വസിക്കുകയും ചെയ്തവർക്ക് നിന്റെ നാഥൻ അതിനുശേഷം പുറത്തു കൊടുക്കുന്നവനും കരുണ കാണിക്കുന്നവനുമാണ് തീർച്ച. മൂസയുടെ കോപമടങ്ങിയപ്പോൾ അദ്ദേഹം ഫലകങ്ങൾ എടുത്തു. അവയിലെ ആലേഖനങ്ങളിൽ തങ്ങളുടെ നാഥനെ ഭയക്കുന്നവർക്കുള്ള മാർഗദർശനവും കാരുണ്യവുമാണ് ഉണ്ടായിരുന്നത്. ഖുർആൻ 7-ാം അധ്യായം 148 മുതൽ 154 വരെയുള്ള സൂക്തങ്ങൾ. ദൈവത്തിന്റെ കൈകൊണ്ടെഴുതിയ 2 കൽപ്പലകകളാണ് ആദ്യ തവണ മോശയ്ക്ക് കർത്താവ് നൽകിയതെന്ന് പുറപ്പാട് പുസ്തകം പറയുന്നുണ്ട് 31-ാം അധ്യായം 18-ാം വചനത്തിലൂടെ. രണ്ടാമത്തെ തവണ നിയമങ്ങൾ എഴുതുന്നതിനായി മോശ വെട്ടിയെടുത്തത് 2 കൽപ്പലകകളായിരുന്നുവെന്ന് ആവർത്തന പുസ്തകത്തിലുമുണ്ട് 10-ാം അധ്യായം 3-ാം വചനം. ദൈവം നൽകിയതും അത് നശിച്ചപ്പോൾ മോശ നിർമ്മിച്ചതുമെല്ലാം 2 ഫലകങ്ങളായിരുന്നുവെന്നാണ് ഇതിനർത്ഥം. ഖുർആനിലാകട്ടെ മൂസാ നബിക്ക് നൽകിയ ഫലകങ്ങളുടെ എണ്ണത്തെക്കുറിച്ച് കൃത്യമായ പ്രതിപാദനങ്ങളൊന്നുമില്ല. എന്നാൽ 2-ലധികം ഫലകങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് ഖുർആൻ നൽകുന്ന സൂചന. ഫലകത്തിന് ലൗഹ് എന്നാണ് പറയുക. ലൗഹൈൻ എന്നാണ് അതിന്റെ ദ്വിവചനം. 2 ഫലകങ്ങൾ എന്നർത്ഥം. ഖുർആനിൽ 3 തവണ മൂസാ നബിയുടെ ഫലകങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. 7-ാം അധ്യായമായ സൂറത്തുൽ അറാഫിലെ 145, 150, 154 വചനങ്ങളിലാണവ. ഇവയിൽ എവിടെയും ലൗഹൈൻ എന്ന് പ്രയോഗിച്ചിട്ടില്ല. എല്ലായിടത്തുമുള്ളത് 3 അതിലധികമോ ഫലകങ്ങളെ കുറിക്കുന്ന അൽവാഹ് എന്നാണ്. 3 അതിലധികമോ ഫലകങ്ങൾ മൂസാ നബിക്ക് നൽകിയിരുന്നുവെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. മലമുകളിൽ എന്റെ സമീപത്തേക്ക് വന്ന് കാത്തിരിക്കുക. ഞാൻ നിയമങ്ങളും കൽപ്പനകളും എഴുതിയ കൽപ്പലകകൾ നിനക്ക് നൽകാം. പുറപ്പാട് പുസ്തകം 24-ാം അധ്യായം 12-ാം വചനം. എന്ന് കർത്താവ് മോശയോട് പറഞ്ഞത് പുറപ്പാട് പുസ്തകത്തിലെ 20 മുതൽ 23 വരെ അധ്യായങ്ങളിൽ തുടർച്ചയായി നിരവധി നിയമങ്ങൾ പറഞ്ഞ ശേഷമാണ്. ഈ 3 അധ്യായങ്ങളിലെ നിയമങ്ങൾ മാത്രം എഴുതണമെങ്കിൽ നിരവധി കൽപ്പലകകൾ വേണ്ടിവരും. 10 കൽപ്പനകൾ മാത്രമാണ് കൽപ്പലകകളിൽ എഴുതി കൊടുത്തത് എന്നാണ് ഇതിനുള്ള വിശദീകരണം. ആവർത്തന പുസ്തകം 4-ാം അധ്യായം 14-ാം വചനം. ഇത് ശരിയല്ലെന്ന് ആവർത്തന പുസ്തകം തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. കർത്താവ് തന്റെ കൈവിരൽ കൊണ്ട് എഴുതിയ 2 കൽപ്പലകകൾ എനിക്ക് തന്നു. ജനത്തെയെല്ലാം ഒരുമിച്ച് കൂട്ടിയ ദിവസം മലയിൽ വെച്ച് അഗ്നിയുടെ മധ്യേ നിന്ന് അവിടുന്ന് നിങ്ങളോട് അരുളി ചെയ്ത സകല വാക്കുകളും അതിൽ എഴുതപ്പെട്ടിരുന്നു. ആവർത്തന പുസ്തകം 9-ാം അധ്യായം 11-ാം വചനം. ചുരുങ്ങിയത് പുറപ്പാട് പുസ്തകത്തിലെ 20 മുതൽ 23 വരെ അധ്യായങ്ങളിൽ പ്രതിപാദിക്കപ്പെട്ട നിയമങ്ങളെങ്കിലും കർത്താവ് നൽകിയ ഫലകത്തിൽ ഉണ്ടായിരിക്കണമെന്നാണ് അവിടുന്ന് നിങ്ങളോട് അരുളി ചെയ്ത സകല വാക്കുകളും അതിൽ എഴുതപ്പെട്ടിരുന്നു എന്ന് പറയുമ്പോൾ അതിനർത്ഥം അവ മുഴുവനുമായി കേവലം 2 ഫലകങ്ങളിൽ എഴുതാനാവുകയില്ല. എല്ലാ കാര്യത്തെയും കുറിച്ച് നാം അദ്ദേഹത്തിന് ഫലകങ്ങളിൽ എഴുതി കൊടുക്കുകയും ചെയ്തു. സതുപദേശവും എല്ലാത്തിനെയും കുറിച്ചുള്ള വിശദീകരണവും എന്നാണ് ഖുർആൻ 7-ാം അധ്യായം 145-ാം സൂക്തത്തിലൂടെ വ്യക്തമാക്കുന്നത്. ബൈബിൾ പറയുന്നത് പോലെ മോശയ്ക്ക് നൽകിയത് 2 കൽപ്പലകകൾ മാത്രമല്ലെന്നും 3 അതിലധികമോ ഫലകങ്ങളിലാണ് മൂസാ നബിക്ക് നിയമങ്ങൾ രേഖപ്പെടുത്തി നൽകിയതെന്ന ഖുർആനിന്റെ സൂചനയാണ് ശരിയെന്നുമാണ് ഇത് വ്യക്തമാക്കുന്നത്. ഇസ്രായേല്യരുടെ വിഗ്രഹാരാധന കണ്ട മൂസാ അലൈഹിസ്സലാം
തന്റെ കയ്യിലുണ്ടായിരുന്ന ഫലകങ്ങൾ വലിച്ചെറിഞ്ഞതായും കോപം അടങ്ങിയ ശേഷം അവ തിരിച്ചെടുത്തതായുമെല്ലാം ഖുർആനിൽ പറയുന്നുണ്ടെങ്കിലും അദ്ദേഹം എറിഞ്ഞപ്പോൾ അവ ഉടഞ്ഞു നശിച്ചതായോ നിയമഫലകങ്ങൾ ലഭിക്കുന്നതിനായുള്ള രണ്ടാമത്തെ സിനായി യാത്രയെക്കുറിച്ച പരാമർശങ്ങളൊന്നും അതിലില്ല. കോപിഷ്ഠനായി മൂസാ നബി അലൈഹിസ്സലാം ഫലകങ്ങൾ എറിഞ്ഞപ്പോൾ അത് പൊട്ടിയെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇബ്നു അബ്ബാസിൽ നിന്ന് ഇമാമുമാർ അഹ്മദും ഹാക്കിമും തബ്റാനിയും ഇബ്നു ഹിബ്ബാനും സഹിഹായ സനദോടെ നിവേദനം ചെയ്തിട്ടുണ്ട്. ഹദീസിന്റെ സാരം ഇങ്ങനെയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ഒരാൾ ഒരു വാർത്ത കേൾക്കുന്നത് അയാൾ ആ സംഭവം നേരിട്ട് കാണുന്നത് പോലെയല്ല. അള്ളാഹു മൂസായ്ക്ക് അദ്ദേഹത്തിന്റെ സമുദായം കാളക്കുട്ടിയുടെ വിഗ്രഹമുണ്ടാക്കിയതായുള്ള വിവരം നൽകിയപ്പോൾ അദ്ദേഹം ഫലകങ്ങൾ എറിഞ്ഞില്ല. എന്നാൽ തന്റെ സമുദായം ചെയ്തത് നേരിട്ട് കണ്ടപ്പോൾ അദ്ദേഹം ആ ഫലകങ്ങൾ എറിഞ്ഞു. അവയിൽ പൊട്ടലുകൾ ഉണ്ടായി. ഈ ഹദീസിൽ മൂസാ നബി എറിഞ്ഞപ്പോൾ ഫലകങ്ങളിൽ പൊട്ടലുകൾ ഉണ്ടായതായല്ലാതെ അതുവഴി അവ നശിച്ചതായോ ലഭിക്കാനായി വീണ്ടും മല കയറിയതായോ പറയുന്നില്ലെന്ന കാര്യം ശ്രദ്ധേയമാണ്. മൂസയുടെ കോപമടങ്ങിയപ്പോൾ അദ്ദേഹം ഫലകങ്ങൾ എടുത്തു എന്ന ഖുർആൻ പരാമർശത്തിൽ നിന്ന് കോപം കൊണ്ട് ഫലകങ്ങൾ എറിഞ്ഞപ്പോൾ അവയിൽ പൊട്ടലുകൾ ഉണ്ടായിരുന്നിരിക്കാമെങ്കിലും ഉപയോഗശൂന്യമാകുന്ന തരത്തിൽ നശിച്ചിരുന്നില്ലെന്ന വസ്തുത വ്യക്തമാകുന്നുണ്ട്. ഫലകം വാങ്ങാനായുള്ള മോശയുടെ രണ്ടാമത്തെ സിനായി യാത്രയെപ്പറ്റി ഖുർആനിലോ ഹദീസുകളിലോ സൂചനകളൊന്നും തന്നെയില്ല. അത്തരമൊരു യാത്ര ഉണ്ടായിട്ടില്ലെന്നാണ് ഇസ്ലാമിക പ്രമാണങ്ങളുടെ ഈ നിശബ്ദതയിൽ നിന്ന് മനസ്സിലാകുന്നത്. ഫലകങ്ങൾ തകർക്കുവാൻ മോശയ്ക്ക് പ്രചോദനമായത് എന്താണെന്ന ജൂത വ്യാഖ്യാനം അറിയാൻ ശ്രമിക്കുമ്പോഴാണ് ഇക്കാര്യത്തിലുള്ള ഖുർആനിന്റെയും ഹദീസുകളുടെയും നിശബ്ദത എത്രമാത്രം അർത്ഥപൂർണമാണെന്ന് മനസ്സിലാവുക. മോശയുടെ അസാന്നിധ്യത്തിൽ വിഗ്രഹാരാധന നടത്തിയ ഇസ്രായേല്യരെ ശാപത്തിൽ നിന്നും ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുത്താനായി മോശ നടത്തിയ ബോധപൂർവമായ പ്രവൃത്തിയാണ് കൽപ്പലകകൾ നശിപ്പിച്ച പ്രവർത്തനമെന്നാണ് യഹൂദ റബ്ബിമാരുടെ വ്യാഖ്യാനം. തോറ വ്യാഖ്യാനത്തിൽ പ്രസിദ്ധനായ റബ്ബി റാഷിയുടെ മിദ്രാഷിൽ നിന്ന് ഇക്കാര്യം മനസ്സിലാക്കാൻ കഴിയും. വിഗ്രഹ നിർമ്മാണമോ വിഗ്രഹാരാധനയോ പാടില്ലെന്നും അത് ചെയ്യുന്നവരെ കർത്താവ് വെറുക്കുകയും ശപിക്കുകയും ചെയ്യുമെന്നും പിതാക്കന്മാർ ചെയ്ത പാപത്തിന് 3ഉം 4ഉം തലമുറകളിലുള്ളവരെ വരെ ശിക്ഷിക്കുമെന്നുമുള്ള പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വചനങ്ങൾ നിയമങ്ങൾ എഴുതിയ ഫലകങ്ങൾ നശിപ്പിച്ചാൽ മാത്രമേ പ്രസ്തുത പാപം ചെയ്ത ഇസ്രായേല്യരെ രക്ഷിക്കാനും പാപമുക്തരാക്കാനും കഴിയൂവെന്നതുകൊണ്ടാണ് മോശ ബോധപൂർവം ഫലകങ്ങൾ നശിപ്പിച്ചതെന്നാണ് ജൂത റബ്ബിമാർ കരുതുന്നത്. അവ നശിപ്പിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ അഹരോൻ അടക്കമുള്ള അന്നത്തെ മുഴുവൻ ജൂതന്മാരും ശപിക്കപ്പെട്ടവരും അവരുടെ അടുത്ത തലമുറകൾ വരെ ശിക്ഷയ്ക്ക് അർഹരുമാണെന്ന നിയമം പ്രാബല്യത്തിലാകുമായിരുന്നു. കർത്താവ് നൽകിയ കൽപ്പലകകൾ നശിപ്പിക്കുക വഴി മോശ ബോധപൂർവം പാപം ചെയ്ത് ജൂതന്മാരെ രക്ഷിക്കുകയായിരുന്നുവെന്നാണ് വാദം. ഇസ്രായേല്യർ വിഗ്രഹാരാധന എന്ന പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ താനും തോറാഫലകങ്ങൾ നശിപ്പിക്കുക എന്ന പാപം ചെയ്തിട്ടുണ്ടെന്നും അവരെ ശപിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിനെല്ലാം താനും അർഹനാണെന്നും കർത്താവിനോട് ന്യായവാദം ചെയ്യുന്നതിനും അങ്ങനെ ഇസ്രായേല്യർക്ക് മാപ്പ് നൽകാൻ കർത്താവിനെ നിർബന്ധിക്കുന്നതിനും വേണ്ടിയാണ് മോശ ഫലകങ്ങൾ ഉടച്ചതെന്നാണ് യഹൂദർ കരുതുന്നതെന്ന് മിദ്രാഷിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. തോറ മഹത്തരമാണ്, എന്നാൽ ഒരു ജൂതനാണ് അതിനേക്കാൾ മഹത്തരം. തോറ ഈസ് ഗ്രേറ്റ്, എ ജൂ ഈസ് ഗ്രേറ്റർ എന്ന സന്ദേശമാണ് നിയമഫലകങ്ങൾ എറിഞ്ഞുടച്ച മോശയുടെ പ്രവർത്തനം വെളിപ്പെടുത്തുന്നതെന്ന അമേരിക്കൻ റബ്ബിയായ നാഫ്തലി സിൽബർബർഗിന്റെ അവകാശവാദത്തിൽ നിന്ന് എത്രത്തോളം വംശീയമായ സന്ദേശമാണ് ഈ എറിഞ്ഞുടക്കലിനെയും വീണ്ടും നിയമം ലഭിക്കാൻ വേണ്ടിയുള്ള 8ാം സിനായി യാത്രയെയും കുറിച്ച ബൈബിൾ വിവരണങ്ങൾ പ്രസരിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കാം. ഇസ്രായേൽ മക്കളെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുകയും സത്യത്തിലൂടെ നയിക്കുകയും ചെയ്യുവാനായി നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് ഖുർആൻ പരിചയപ്പെടുത്തുന്ന മൂസാ നബി അലൈഹിസ്സലാം. അദ്ദേഹത്തെ ജൂതവംശീയവാദിയാക്കി തീർക്കുന്നതിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട കഥകളെ ഖുർആൻ അംഗീകരിക്കുന്നില്ല. തന്റെ കയ്യിലുണ്ടായിരുന്ന ഫലകങ്ങൾ കോപം മൂലം മൂസാ നബി വലിച്ചെറിഞ്ഞുവെന്നത് ശരിയാണ്. അങ്ങനെ അവയിൽ വിള്ളലുകൾ ഉണ്ടായി എന്നതും ശരിയാണ്. കോപം അടങ്ങിയ ശേഷം അവ അദ്ദേഹം തിരിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം എറിഞ്ഞപ്പോൾ ഫലകങ്ങൾ ഉപയോഗശൂന്യമാകുന്ന രീതിയിൽ തകർന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് വീണ്ടും ലഭിക്കാനായി അദ്ദേഹം മല കയറിയിട്ടുമില്ല. എന്നാൽ അവർക്ക് പുറത്തു കൊടുക്കുന്നതിനായി മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അള്ളാഹു ആ പ്രാർത്ഥന സ്വീകരിക്കുകയും
അവർക്ക് പുറത്തു കൊടുക്കുകയും ചെയ്തിട്ടുമുണ്ട്. ഇതാണ് ഖുർആൻ പറയുന്നത്. ബൈബിൾ കഥനങ്ങൾ വംശീയവാദിയാക്കി തീർത്ത മഹാനായ ഒരു പ്രവാചകന്റെ ചരിത്രത്തെ എത്ര കൃത്യമായാണ് ഖുർആൻ ശുദ്ധീകരിച്ച് അവതരിപ്പിക്കുന്നത്. ഖുർആനിൽ ഏറ്റവും അധികം തവണ ആവർത്തിക്കപ്പെട്ട നബി കഥനമാണ് മൂസാ നബിയുടേത്. ഒരിക്കൽ പോലും അദ്ദേഹം ബോധപൂർവം നിയമഫലകങ്ങൾ എറിഞ്ഞുടച്ച് നശിപ്പിച്ച കഥയോ അത് ലഭിക്കാനായി വീണ്ടും മല കയറിയ കഥയോ ഖുർആൻ പറയുന്നില്ല. ബൈബിൾ കഥകളിൽ നിന്ന് മുഹമ്മദ് നബി പകർത്തിയതാണ് ഖുർആനിലെ പ്രവാചക കഥനങ്ങൾ എന്ന വിമർശനത്തിന്റെ നട്ടലൊടിക്കുന്നതാണ് സത്യം മാത്രം അവതരിപ്പിക്കുന്നതിലുള്ള ഖുർആനിന്റെ ഈ സൂക്ഷ്മത. സത്യവും അസത്യവും കൂടിക്കുഴഞ്ഞു കിടക്കുന്ന ബൈബിൾ കഥകൾക്കിടയിൽ നിന്ന് സത്യം മാത്രം അരിച്ചെടുത്ത് അവതരിപ്പിക്കുന്ന ഖുർആനിന്റെ ശൈലി അതിന്റെ ദൈവികത വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. ഖുർആൻ ആസ്വാദനം. ഖുർആൻ പാരായണം, നിയമങ്ങളുടെ വിശദീകരണം. അബ്ദുള്ള തിരൂർക്കാട്. ആസ്വാദനം, രചന MM അക്ബർ. ശബ്ദം നൽകിയത് ആറാട്ടുപുഴ ഹക്കിം ഖാൻ.